മോളു എന്താ ഇത്? ബദാം മിൽക്ക് ആ ഫൂളിന് കൊണ്ടു കൊടുക്കാൻ അച്ഛൻ തന്നയച്ചതാ. இந்த கட்டபொம்மனு கட்டங்காப்பி பெடாத்தண்டிக்கு பெதாம் மில்க் கொடுக்க வேண்டாம். இது சாப்பிட்டாலே அவனு சீத்த விசாரங்கள் வந்துடும். அதுக்காக இது மாமன் சாப்பிடாம். அவனு இது கொடுக்கு. இது குடிச்சவன் கறக்கட்ட தெண்டி. വേണ്ട മാമ, അപ്പൊ ഞാൻ ഒരു സ്പെഷ്യൽ ടീ കൊടുക്കാം. അവനുക്ക് സ്പെഷ്യലാ, ഇത് പെശകാ. கொஞ்சம் ஜாஸ்தியா இது வித்யே பச்சைப்பால் சுடுபாலாக்கிடும் மொராஜி தேசாய் தன் வித்யே. மட்டும் கைகளிலே ஆத்தாயே. என்னடா இது? பதாம் மில்க். யாருக்கு? அந்த மலையாளத்தானு. എന്നിരുന്നാലും അവൻ നമ്മ ഗസ്റ്റ് അല്ലാമാ. അറിവ് കെട്ട മുണ്ടോ അവൻ കെട്ട കേട്ടുക്ക് ബാദം പാൽ കേക്കുതാ. இப்படி கொண்டா இப்படி. அம்மா நான் கெஞ்சி கேக்குறேம்மா, விழுகாதே விழுகாதம்மா, விழுகாதே அம்மா, விழுகாதம்மா. அது மொராஜி இருக்கம்மா, மொராஜி. அம்மா விழுகாதே. സ്വന്തം അമ്മയെ കഴുത്തേക്ക് കൊല്ലുന്ന. അയ്യോ തായേ, വിലക്കപ്പെട്ട തണ്ണി നീ മുഴുവനായി സാപ്പിട്ടില്ലേ തായേ? என்ன சொல்ற? ഞാൻ മൂഞ്ചിയിലിട്ട് അടിച്ചൊരു ബ്ലഡ് കോഫിയാ. ഇവന് ഞാൻ ബ്ലഡ് കോഫി കൊടുക്കും. ഒരു തുള്ളിയാ തരുന്നതാ. ആർത്തിക്കൊണ്ടോ പാത്ത് പാത്ത് കുടുറാ. என்ன கண்டு மிக்ஸ் பண்றது? ஏலக்காயா, இஞ்சியா, குருமிளகா, பொன்னியா, கோப்கானா, சொல்லம்மா. சொல்ல லெஜ்ஜையா, லெஜ்ஜாவதியே. அம்மா வயிற்றுக்குள்ள சம்பந்தம் வருது. அம்மா அரபிக்கரல் இலகி வருந்தது மாதிரி இல்லம்மா, வந்தாச்சு. என்ன தம்பி நீ மறுபடியும் இங்க வந்திருக்க? அது வந்து அந்த கெண்டா கேஸ் இல்லையா, அவனை பார்க்க வந்திருக்கேன். அப்படியா? உட்காரு. தேங்க்யூ சார். உனக்கு அவளை தெரியுமா? இல்ல, வெறுതെ മലയാളി ആയതുകൊണ്ട് അന്വേഷിച്ചു വന്നാ. தம்பி இந்த விஷயத்துல ஒரு சென்டிமெண்ட் இருக்க கூடாது. இது வந்து ரொம்ப டேஞ்சரஸான கேஸ். அவனை 15 நாள் ரிமாண்ட் இல்ல சப் ஜெயிலுக்கு அனுப்பியாச்சு. நீர்லொന്ന് കാണാൻ. ஐயோ, அங்க போன் கூட அலோ பண்ண மாட்டாங்க. அவனை பார்க்க போனா நீ கூட மாட்டிப்ப. എന്താ പാർവതി, എന്താ നിനക്ക് സംഭവിച്ചത്? എന്താ നീ ഒന്നും പറയാത്തത്? വാട്ട് ഹാപ്പൻഡ്? ഞാൻ എന്താ സാറേ പറയാ, കുറച്ചു ദിവസമായി ഇവക്കൊരു വല്ലായിക. കോളേജിനും പോണില്ല. എന്തെങ്കിലും ചോദിച്ചാ ഉടനെ ദേഷ്യം വരും, അല്ലെങ്കിൽ കരച്ചില്. കാര്യമൊട്ട് പറയുന്നുമില്ല. എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കില്ലല്ലോ. ആ പാർവതി, നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ കോൺട്രാക്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെയാ. നീയാണ് മോഡൽ എന്നൊരൊറ്റ കണ്ടീഷനില്ല അവർ ഈ കോൺട്രാക്ട് സൈൻ ചെയ്ത്. സ്റ്റോറി ബോർഡെല്ലാം ഓക്കെ. അടുത്ത ആഴ്ച ഷൂട്ട് ബാംഗ്ലൂരിൽ. അത് സാർ എങ്ങനെയെങ്കിലും ഈ വർക്കിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. വൈ? അത് മാത്രം ഇപ്പൊ എന്നോട് ചോദിക്കരുത്. ഓക്കെ ഓക്കെ, പാർവതിയെ ഞാൻ ഒഴിവാക്കാം, ഒപ്പം ആ കോൺട്രാക്ട്. യെസ്, നിന്നേക്കാ വലുതല്ലോ എനിക്ക് ആ കോൺട്രാക്ട്. അതേടോ, ഈ മുഖം ഇങ്ങനെ കണ്ടിട്ട് പോയാൽ എനിക്ക് അവർക്ക് ഭംഗിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? നീ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടാൽ മാത്രം മതി എനിക്ക്. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. முருகனே, என்னோட போலீஸை பிடிக்காததினால் ஆதிர என்ன லவ் பண்ணல. ஆனால் வரும் 2 நாளில் என் வயர் குறைஞ்சி போடி சீர் போடி ஆக்கனே. ஆண்டவனே முருகா. குறைஞ்சு குறைஞ்சு கொஞ்சம் குறைஞ்சு. யார் நீ? ശത്രുഘ്നൻ. ചക്കക്കുരു അല്ല, ശത്രുഘ്നൻ.
അത് മനസ്സിലായി. മലയാളി എടപ്പാളി ഏതൊക്കെ വന്നു നീ? അതെ, എടപ്പാളാണ് വീട്. എങ്ങനെ മനസ്സിലായി? അത് പാത്താലെ തെറി ഏതൊക്കെ വന്നു നീ? ഞാൻ ശിവനെ ഒന്ന് കാണണം. ശിവൻ കോവിൽ ടൗണിൽ ഇருக்கு. ആ ശിവനല്ല, ശിവൻ എന്ന ആളെ കാണണം. അന്ത പേര് ഒരാൾ എങ്ക ഇല്ലേ? പോടെ. ഉണ്ട്, കേരളത്തിൽ നിന്ന് വന്ന ശിവൻ. ഈ അഡ്രസ് ആണല്ലോ തന്നിരിക്കണേ. അന്ത സിവപ്പാളാ? സിവപ്പാളല്ല, വെളുത്ത ആള്. എടാ അത് തന്നെ ചൊല്ലിയത്. അയ്യോ, അവൻ പേര് ശിവനാ? ആ അപ്പ അർജുൻ? അതവന്റെ ശത്രു. അപ്പൊ ശിവൻ? അർജുന്റെ ആജീവനാന്ത ശത്രു. അപ്പൊ ഇങ്ക തകിയത് ശിവൻ അവൻ അർജുൻ അല്ലേ? അല്ല. വേഗം കഴിക്കും മോനെ, എന്നിട്ട് വേണം മുട്ടയും പാലും കഴിക്കാൻ. അപ്പോഴത്തേക്ക് ഞാൻ ചെത്തി വെക്കാം. മച്ചാ, ഇത് ആരെന്ന് തെരയുമാ? ആരാത്? എടാ അളിയാ, എടാ തിണ്ടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അങ്കിൾ, ഇതെന്റെ ഫ്രണ്ട് ശത്രു. ഫ്രണ്ട് ശത്രുവാണോ? അല്ലല്ല, പേര് ശത്രുഘ്നൻ. അത് കറക്റ്റ് താനേ. കറക്റ്റ് ആണല്ലോ, ആ, correct. സംശയമില്ലല്ലോ. ഇല്ല. ആ, അത് മതി. മച്ചാ, പക്ഷെ ഈ പുട്ടു കുത്തി കേട്ടുന്നവൻ അർജുൻ അല്ല, ശിവനാണ്. ശിവൻ. അയ്യോ, ഇവൻ അർജുൻ തന്നെ. ഞാൻ ഇവനല്ല ഉദ്ദേശിച്ചത്. ഇവന്റെ കൂട്ടുകാരനാണല്ലോ ശിവൻ. ശിവന്റെ കൂട്ടുകാരനാണ് ഇവൻ. ഇവന്റെയും ശിവന്റെയും കൂട്ടുകാരനാണ് ഞാൻ. ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ആണ്. അത് പോയി சொல்லாதடா. சொல்லு, யாருவன்? അർജുൻ. എടാ പാണ്ടി, നീ ഒരു ശബ്ദം കേട്ടാ? ഒരു സിന്ന സൗണ്ട് ഞാൻ കേട്ടേൻ. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന് തരിപ്പണമായ ശബ്ദമാണ് കേട്ടത്. എടാ കാളെ പെറ്റുമെന്ന് കരുതി കുട്ടി എടുക്കാൻ പോവോ? അത് കയറെടുക്കരുന്നല്ലേ മച്ചാ? കേട്ടിക്കളെ ഞാൻ. എടാ ശവമേ, ഇത്രയും കളിമണ്ണ് നിന്റെ തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കട്ടബൊമ്മൻ ഫാമിലിക്ക് ഒരു ഓട്ട് കമ്പനി തുടങ്ങാമായിരുന്നില്ലേ? மச்சா, அந்த ஓட்டு கம்பெனி இனாகுரேஷன் பண்றதுக்கு முதலமைச்சர் ஜெயலலிதா கூப்பிட எப்படி இருக்கும்? ദേ, ദേ, ഇതൊന്ന് പിടിച്ചേ. കുത്തിച്ചാക നീ. പോടാ അവിടുന്ന്. 1.5 രൂപ പോയി. ശത്രുട്ടി ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? അതിപ്പോ അങ്കിള് പറഞ്ഞു വിടുന്നവരാ. മതി. മിടുക്കൻ, ഇങ്ങനെ വേണം ഫ്രണ്ട്സ്. നീയും കൂടി ഉണ്ടെങ്കിൽ എന്റെ ചില പദ്ധതികളൊക്കെ വളരെ എളുപ്പം നടക്കും. ദേ ഇത് കഴിക്കും. അത് കഴിഞ്ഞ് 4 മുട്ട കഴിച്ചോ. அம்மா, என்னடா அம்மா, இங்க என்னடா ஓ, ஒரு பிஸ்கட். ஐயோ, ராமன் லங்கக்கு போகும்போது ஹனுமான் உதவி செஞ்ச மாதிரி அந்த மலையாளத்துக்கார பையனுக்கு துணையாயிட்டு இனி ஒருத்தன் வந்திருக்கு. இன்னொருத்த வந்திருக்கானா? ஆமா. எதுக்குடா? நம்ம ஆதரைய காதலுக்கு ஒத்தாசை பண்ணால் மச்சான் தான் வர வச்சிருக்கேன். அறிவு கட்ட முண்டோ. என் பேத்திய காதலிக்கிறதுக்கு எவனோ வரானே, அவ உன்னை விரும்புற மாதிரி நீ எதுவும் பண்ண மாட்டியா? அது ரெடி ஆயிட்டம்மா, ஞாபகம் வந்திருக்குது. அம்மாவுக்கு ஒரு மலையாளத்தான் நடனம் தெரியுமா? ஜெயன். அடி செருப்பால, ஏன் எதிர்க்க மலையாளத்துல பேசுறியா? அதல்லம்மா, அவனொரு பெண்ணினை வீழ்த்திய பெரிய புத்தி இருக்கு. 5 நிமிஷத்துக்கு அப்புறம் அம்மா ஆதராவும் கூட்டி நம்ம குதிரால பக்கத்துக்கு வாங்கோ. பாக்கி அப்புறம் பேசலாம். ഇനി അവനെ ഡോറ് തുറന്നാ ഫുട്ബോൾ പോലെ തെറിക്കുന്ന കാണാം. എന്തിനാ ആ പാവത്തിന്റെ കൈകാലം ഓടിക്കുന്നത്? പാവം, ഇപ്പൊ അഭ്യാസം എന്റെ അടുത്തായി. അവൻ കോളേജ് വരും അത്രേ. ആംബുലൻസിലായിരിക്കും ഇനി വരാൻ പോകുന്നേ. ഇനി നീ വിളിച്ചോ. അർജുൻ സാറേ, ആതിരമോൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്തിനത്? ഞാൻ പറഞ്ഞില്ലേ, അവള് വഴിക്ക് വന്നു. നീ ചെല്ല്. ஆதிரி எதுக்கு அவனை கூப்பிடணும்? டேய், ഏ, எங்க போறேன்? വിളിച്ചു. யாரு? ആതിര. ஆதிர கூப்பிட்டா போவதுக்கு நான் இருக்கு. இந்த முறை மாமன், நீ அந்த வேலைக்காரி கூப்பிட்டா மட்டும் போனா போதும். போடா. ஆதிரா ഉണ്ടക്കണ്ണൻ. போடி போடா. എനിക്ക് വേണ്ടി കെണിയൊരുക്കി, പക്ഷേ വീണതവൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. അതെ, തനിക്ക് വേണ്ടി തന്നെ ചെയ്തത്. ഇന്ന് താൻ കോളേജിൽ വരുമല്ലേ? ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? എന്നാ കേട്ടോ, നീ എന്തൊക്കെ കെണിയൊരുക്കിയാലും ഇന്ന് ഞാൻ കോളേജിൽ എത്തിയിരിക്കും. അവിടെ വന്ന് ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പറയും, നീ എന്റെ പെണ്ണാണെന്ന്, നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഒരിക്കൽ ലോക്കപ്പിൽ കയറിയത് ഓർമ്മയുണ്ടല്ലോ? മാമ, കണ്ടില്ലേ മുറേ മാമൻ കോലം?
ഗ്രൂപ്പ് യോഗം കഴിഞ്ഞു വന്ന കോൺഗ്രസ്കാരൻ മാതിരി എല്ലാമേ പോച്ച്. അപ്പൊ എന്റെ വിഷമം ഞാൻ ആരോട് പറയാ? ഈ ഹൈക്കമാൻഡ് മാമനോട് പറ. അയ്യോ അമ്മേ. ഇന്ന് അവനാണത്ര എന്നെ കോളേജിൽ കൊണ്ടുവിടാൻ പോന്നെ. അച്ഛനാണെങ്കിൽ ഡ്രൈവറെ കൊണ്ട് ലീവ് എടുപ്പിച്ചിരിക്കാം. എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് ശുദ്ധമേ തെരിയില്ലേ. ഒരു കാർ ചെയ്, നീ 2 നാൾ വെയിറ്റ് പണ്ണു. അതുക്കപ്പുറം ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് ഇന്ന് നിന്നെ കോളേജ് വിടാം. ഇന്ന് കോളേജിൽ പോയി ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്യണോ? ഓഹോ അപ്പന് പ്രശ്നം എടുക്കാ. ഇന്ന് അവൻ കോളേജിലോട്ട് വന്നാ സത്യമായിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല. അതിനാ ഇന്ന് കോളേജിൽ പോകണ്ട. അപ്പൊ തീർന്നില്ലേ പറ്റില്ല? എനിക്കിതൊരു വാശിയാ. മാമൻ എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ച് അവനെ തടയണം. അതിനാ ഒരിക്കലും കുളിക്കാൻ പറ്റാത്തൊരു കുളമിറക്ക് എറണാകുളം. പെട്ടെന്ന് വളർന്നൊരു മരമിറക്ക് സമരം. പുല്ലുതിനകത്തൊരു മാനിറക്ക് ഫസ്റ്റ് മാൻ. ഒരിക്കലും പൂക്കാത്തൊരു മാവിറക്ക് ആത്മാവ്. എന്താ മാമ അത്? ഫിലോപ്പസി. ഒരിക്കലും തിന്നാൻ പറ്റാത്തൊരു ചോറിറക്ക് തലച്ചോറ്. അത് ഞാൻ തലയിൽ നിറയിറക്ക്. അതിൽ നിന്ന് ഇച്ചിരി പോരം എടുത്ത് ഞാൻ വർക്ക് പറ്റാം. നീ ധൈര്യമായില്ലേ? പോ മാമ ഉറപ്പാണോ? ഉറപ്പ് റപ്പ് പോ. ഉം. ആ